ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുണ്ടാക്കിയ ഒരു ബീഫ് റോസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഒരുപാട് പാടുപെടാതെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത്ര ഒഴിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ആ ഗരം മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി യോജിപ്പിച്ച് ഒന്ന് മൂടി വെക്കാം. ഒരു 10-20 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ചേർക്കുന്നത് സവോളയാണ്. 2 വലിയ സവോള ആണ് നമ്മളിവിടെ ചേർക്കുന്നത്. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സവോളയാണ് എടുത്തത്. നമ്മളിവിടെ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 2 സവോള, വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോളയൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ സവോള വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നിറമൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10-20 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും ഒരു 5-6 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി മൂടി വെച്ച് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി നമ്മൾ ചേർക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യമേ മുളകൊക്കെ ചേർത്തിട്ടുണ്ട്, കുരുമുളകും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എരിവിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബീഫ് വേവിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് കുറുകി വരട്ടെ. മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 6-7 മിനിറ്റായി. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവ് അല്പം കുറവാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളകിൻ്റെ എരിവൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ. മൂടി വെച്ചതിന് ശേഷം ഒരു 6-7 മിനിറ്റും കൂടെ കഴിഞ്ഞു. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടെ കഴിഞ്ഞതാ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിലിരുന്ന് തന്നെ കുറേ കൂടെ ഒന്ന് വറ്റിക്കോളും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം ഇത് പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.